നമുക്കിന്ന് മൈക്രോവേവ് ഓവൻ പഠിക്കാം. മൈക്രോവേവ് ഓവൻ പഠിക്കുമ്പം എന്താണ് മൈക്രോവേവ്സ്? മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോം ഓഫ് എനർജിയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൈക്രോവേവ്സ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൈക്രോവേവ് അവനകത്ത് ഫുഡ് കുക്ക് ചെയ്യാനും മൈക്രോവേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോവേവ് അവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയായിരിക്കും മൈക്രോവേവ് അവൻ വർക്ക് ചെയ്യുന്നത്? മൈക്രോവേവ് അവനകത്ത് ഒരു മാഗ്നട്രോൺ ഉണ്ട്. മൈക്രോവേവ് ഓവനകത്ത് എന്തുണ്ട്? ഒരു മാഗ്നട്രോൺ ഉണ്ട്. ഈ മാഗ്നട്രോൺ ആണ് മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ മൈക്രോവേവ് ഓവനകത്തൊരു മാഗ്നട്രോൺ ഉണ്ട്. ഈ മാഗ്നട്രോൺ ആണ് മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്യുന്ന മൈക്രോവേവ്സിനെ നമ്മൾ ഒരു വേവ് ഗൈഡിൽ കൂടെ കുക്കിംഗ് ഏരിയയിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മൈക്രോവേവ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോം ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് മൈക്രോവേവ്സ്. ഈ മൈക്രോവേവ്സ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡ് കുക്ക് ചെയ്യാൻ മൈക്രോവേവ് അവനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോവേവ് അവനകത്ത് ഒരു മാഗ്നട്രോൺ ഉണ്ട്. ഈ മാഗ്നട്രോൺ ആണ് മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ജനറേറ്റ് ചെയ്യുന്ന മൈക്രോവേവ്സിനെ ഒരു വേവ് ഗൈഡിൽ കൂടെ കുക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മൈക്രോവേവ്സിനകത്തുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? നമ്മുടെ കുക്ക് ചെയ്യേണ്ട ഫുഡിനകത്ത് വാട്ടർ മോളിക്യൂൾസ് പോലെയുള്ള പോളാർ മോളിക്യൂൾസ് കാണും. കുക്ക് ചെയ്യേണ്ട ഫുഡിനകത്ത് വാട്ടർ മോളിക്യൂൾസ് പോലെയുള്ള പോളാർ മോളിക്യൂൾസ് കാണും. അപ്പം ഈ ജനറേറ്റ് ചെയ്ത മൈക്രോവേവ്സിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ പോളാർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. പോളാർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. അവർ വൈബ്രേറ്റ് ചെയ്യുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മൈക്രോവേവ്സിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുക്ക് ചെയ്യേണ്ട ഫുഡിനകത്ത് വാട്ടർ പോലെയുള്ള പോളാർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. വൈബ്രേറ്റ് ചെയ്യുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താണ് ഫുഡ് നന്നായിട്ട് കുക്കാവുന്നത്. ഓക്കെ, അപ്പം മൈക്രോവേവ് അവനകത്ത് മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നട്രോൺ ആണ്. മൈക്രോവേവ്സിനകത്തെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് കുക്ക് ചെയ്യേണ്ട ഫുഡിനകത്തെ പോളാർ മോളിക്യൂൾസ്, വാട്ടർ പോലെയുള്ള പോളാർ മോളിക്യൂൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫുഡ് അകത്തുനിന്ന് ഏറ്റവും ഉൾഭാഗം വരെ ഫുഡ് കുക്കാകും. മൈക്രോവേവ്സ് ലോ പവറിൽ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമെങ്കിലും ഹൈ ലെവലിലുള്ള മൈക്രോവേവ്സ് ബേൺസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൈക്രോവേവ് അവൻ ആരാ കണ്ടുപിടിച്ചതെന്ന് നോക്കാം. മൈക്രോവേവ് അവൻ കണ്ടുപിടിച്ചത് ഡോക്ടർ പെർസി ലാബറോൺ സ്പെൻസർ ആണ്. മൈക്രോവേവ് അവൻ കണ്ടുപിടിച്ചത് ഡോക്ടർ പെർസി ലെബറോൺ സ്പെൻസർ എന്നയാളാണ്. പുള്ളിക്കാരൻ ആക്സിഡൻ്റലി കണ്ടുപിടിച്ചതാണ്. പുള്ളിക്കാരൻ മാഗ്നട്രോൺ ടെസ്റ്റ് ചെയ്യായിരുന്നു. പുള്ളിക്കാരൻ്റെ വർക്കിനിടയ്ക്ക് മാഗ്നട്രോൺ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഡോക്ടർ പെർസി ലാബറോൺ സ്പെൻസറിൻ്റെ പോക്കറ്റിൽ കിടന്ന ക്യാൻഡി ബാർ മെൽറ്റായി. അങ്ങനെ ക്യാൻഡി ബാർ മെൽറ്റായി കഴിഞ്ഞപ്പം അദ്ദേഹം എന്ത് ചെയ്തു? വേറെ ഫുഡ് പ്രോഡക്ട്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പുള്ളി റിയലൈസ് ചെയ്തത് മൈക്രോവേവ്സിന് ഫുഡ് ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. അപ്പം ഡോക്ടർ പെർസി ലാബറോൺ സ്പെൻസർ എന്ന് പറയുന്ന അദ്ദേഹം മാഗ്നട്രോൺ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന ഒരു ക്യാൻഡി ബാർ മെൽറ്റായി. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വേറെ ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം റിയലൈസ് ചെയ്തത് മൈക്രോവേവ്സിന് ഫുഡ് ക്വിക്കായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. 1947 ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മൈക്രോവേവ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1947 ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മൈക്രോവേവ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരെന്തായിരുന്നു? റഡാർ റേഞ്ച് എന്നായിരുന്നു. ഇതിൻ്റെ പേര് റഡാർ റേഞ്ച് എന്നായിരുന്നു. അതെവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? റെസ്റ്റോറൻറ്റുകളിൽ, റെയിൽ റോഡ് കാർസിൽ, ലൈനേഴ്സ്, മിലിറ്ററി, ഇവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മൈക്രോവേവ് അവൻ പ്രൊഡ്യൂസ് ചെയ്തത് 1947. 1967 ആയപ്പോഴേക്കും ഈ കൊമേഴ്ഷ്യൽ മൈക്രോവേവ് അവനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഫസ്റ്റ് ഡൊമസ്റ്റിക് മൈക്രോവേവ് അവൻ വന്നു 1967 ആയപ്പോഴത്തേക്കും. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം
നമ്മുടെ വോൾ സോക്കറ്റിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഒരു സേഫ്റ്റി ഫ്യൂസ് വഴിയാണ് മൈക്രോവേവ് അവനിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഫ്യൂസും അതുപോലെ തെർമൽ പ്രൊട്ടക്റ്റേഴ്സും ഉണ്ട്. എന്തിനാണ്? ടെമ്പറേച്ചർ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻ വരുന്ന എപ്പോഴാണോ അപ്പം ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സേഫ്റ്റി ഫ്യൂസും തെർമൽ പ്രൊട്ടക്റ്റേഴ്സും ഉണ്ട് മൈക്രോവേവ് അവനകത്ത്. മൈക്രോവേവ് അവൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു ഇലക്ട്രിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ആവും. ഇലക്ട്രിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ആവുമ്പം എന്ത് പറ്റും? ഇതിനകത്ത് ആദ്യം സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ചസ് ഉണ്ട്. സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ചസിനകത്തൂടെയാണ് ഇലക്ട്രിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പം ഡോറ് ക്ലോസ് ആയാൽ സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ചസിനകത്തൂടെ ഇലക്ട്രിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ആവും. ഇലക്ട്രിക്കൽ പാത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ട് അതിനകത്തൊരു ട്രയാക്ക് ഉണ്ട്. ഈ ട്രയാക്ക് ആക്ടിവേറ്റ് ആവും. ട്രയാക്ക് ആക്ടിവേറ്റ് ആയിട്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലേക്ക് പവർ കിട്ടും. സോ സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ച് ആക്ടിവേറ്റ് ആയിട്ട് ആ സിഗ്നൽ വഴി ഒരു ട്രയാക്ക് ആക്ടിവേറ്റ് ആവും. ട്രയാക്ക് ആക്ടിവേറ്റ് ആയാൽ ഇലക്ട്രിസിറ്റി എങ്ങോട്ട് പോകും? ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലേക്ക് ഇലക്ട്രിസിറ്റി പോകും. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും ഒരു കപ്പാസിറ്ററും പിന്നെ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ഡയോഡുമുണ്ട്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും കപ്പാസിറ്ററും സ്പെഷ്യൽ ഡയോഡും കൂടെ കിട്ടുന്ന വോൾട്ടേജിനെ, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് സപ്ലൈ ഒരു 115 വോൾട്ടൊക്കെ ആയിരിക്കും. ഇതിനെ ഹൗസ് ഹോൾഡ് സപ്ലൈ 240 വോൾട്ടാണ്. ഈ മൈക്രോവേവ് അവനകത്ത് വരുന്ന സപ്ലൈയെ എത്ര വോൾട്ടാക്കി മാറ്റും? അറൗണ്ട് 3000 വോൾട്ടാക്കി മാറ്റും. സോ അവനിനകത്തേക്ക് കിട്ടുന്ന വോൾട്ടേജിനെ അവൻ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും ഒരു സ്പെഷ്യൽ ഡയോഡും കപ്പാസിറ്ററും വെച്ച് എത്ര വോൾട്ടേജ് ആക്കി മാറ്റും? 3000 വോൾട്ടാക്കി മാറ്റും. സോ മൈക്രോവേവ് അവനകത്തേക്ക് ഫസ്റ്റ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. സപ്ലൈ കൊടുത്തു കഴിഞ്ഞ് അവൻ ക്ലോസ് ചെയ്യുമ്പം ഒരു ഇൻ്റർലോക്ക് സ്വിച്ച് ആണ് ആ ഇലക്ട്രിക്കൽ പാത്ത് കംപ്ലീറ്റ് ആക്കുന്നത്. ഇൻ്റർലോക്ക് സ്വിച്ച് വഴി ഒരു പാത്ത് കംപ്ലീറ്റ് ആവുന്നു. പാത്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? ട്രയാക്ക് ആക്ടിവേറ്റ് ആവുന്നു. ട്രയാക്ക് ആക്ടിവേറ്റ് ആവുമ്പം സപ്ലൈ ഇലക്ട്രിക്കൽ കണക്ഷൻ എങ്ങോട്ട് കിട്ടുന്നു? ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലേക്ക് കിട്ടുന്നു. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും അതുപോലെ ഡയോഡും കപ്പാസിറ്ററും ചേർന്ന് വോൾട്ടേജ് എത്രയിലാക്കുന്നു? വോൾട്ടേജ് 3000 വോൾട്ട് വരെ ഇൻക്രീസ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് സപ്ലൈ വോൾട്ടേജിനെ 3000 വോൾട്ടേജ് വരെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇത്രയും ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഹൈ വോൾട്ടേജിനെ മാഗ്നെട്രോൺ എന്താക്കി മാറ്റുന്നു? മൈക്രോവേവ് ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു. മാഗ്നെട്രോൺ ഈ ഹൈ വോൾട്ടേജിനെ മൈക്രോവേവ് ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു. ഈ മൈക്രോവേവ് എനർജിയെ വേവ് ഗൈഡിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറുണ്ട്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും ഒരു കപ്പാസിറ്ററും ഒരു ഡയോഡും കൂടെ ഹൗസ് ഹോൾഡ് സപ്ലൈയെ 3000 വോൾട്ട് വരെ മാറ്റുന്നു. 3000 വോൾട്ട് വരെ കിട്ടുന്ന ഈ വോൾട്ടേജ് മാഗ്നെട്രോണിലോട്ട് കൊടുക്കുന്നു. മാഗ്നെട്രോൺ എന്ത് ചെയ്യുന്നു? ഈ വെരി ഹൈ വോൾട്ടേജിനെ, ഈ 3000 വോൾട്ടേജ് വരെയുള്ള ഹൈ വോൾട്ടേജിനെ മൈക്രോവേവ് ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു. ഈ മൈക്രോവേവ് എനർജിയാണ് നമ്മൾ വേവ് ഗൈഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ മൈക്രോവേവ് എനർജി വേവ് ഗൈഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. വേവ് ഗൈഡ് ഈ മൈക്രോവേവ് എനർജിയെ എങ്ങോട്ട് കൊടുക്കുന്നു? കുക്കിംഗ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. വേവ് ഗൈഡ് മൈക്രോവേവ് എനർജിയെ കുക്കിംഗ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. ഇത്രയുമാണ് ഡോറ് ക്ലോസ് ചെയ്യുമ്പം റൺ ചെയ്യുമ്പോൾ മൈക്രോവേവ് അവനകത്ത് നടക്കുന്നത്. സോ ഒന്നുകൂടെ നമ്മൾ നോക്കിയാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പം സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ച് ആക്ടിവേറ്റ് ആവുന്നു. സേഫ്റ്റി ഇൻ്റർലോക്ക് സ്വിച്ച് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് ട്രയാക്ക് ഓൺ ആവുന്നു. ട്രയാക്ക് ഓൺ ആയി കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നു. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറും കപ്പാസിറ്ററും ഡയോഡും കൂടെയാണ് ഹൗസ് ഹോൾഡ് സപ്ലൈയെ ഒരു 3000 വോൾട്ടാക്കി മാറ്റുന്നത്. ഈ 3000 വോൾട്ടുള്ള ഹൈ വോൾട്ടേജ് മാഗ്നെട്രോണിലോട്ട് കൊടുക്കുമ്പോൾ മാഗ്നെട്രോൺ എന്ത് ചെയ്യും? ഈ ഹൈ വോൾട്ടേജിനെ മൈക്രോവേവ് ഫ്രീക്വൻസി ആക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന മൈക്രോവേവ് എനർജിയെ വേവ് ഗൈഡിൽ കൂടെ കുക്കിംഗ് ഏരിയയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേവ് ഗൈഡ് ഈ എനർജിയെ കുക്കിംഗ് ഏരിയയിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഈ കുക്കിംഗ് ഏരിയയിൽ എന്താ പറ്റുന്നത്? ഫുഡിനകത്തുള്ള പോളാർ മോളിക്യൂൾസിന്, അതായത് മൈക്രോവേവ്സിനകത്തുള്ള ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഫുഡിനകത്തുള്ള പോളാർ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ പോളാർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് വെച്ച് ഫുഡിൻ്റെ അകം മുതൽ പുറം വരെ നന്നായിട്ട് എല്ലായിടും ഒരേപോലെ കുക്കാവും. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈമർ 0 ആവുമ്പം മൈക്രോവേവ് എനർജി സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മൈക്രോവേവ് അവൻ വർക്ക് ചെയ്യുന്നത്.
ഇനി മൈക്രോവേവ്സ് ഫുഡിലേക്ക് വരുമ്പോൾ മൈക്രോവേവ്സ് ഫുഡിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്യുമ്പം ഈ മൈക്രോവേവ്സിനകത്ത് എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അത് ഏകദേശം 2.45 ബില്യൺ ടൈംസ്, ഒരു സെക്കൻഡിൽ 2.45 ബില്യൺ ടൈംസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ മൈക്രോവേവ്സിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് 2.45 ബില്യൺ ടൈംസ് ഒരു സെക്കൻഡിൽ തന്നെ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഫ്രീക്വൻസി പോളാർ ലിക്വിഡ് മോളിക്യൂൾസ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഈ ഫ്രീക്വൻസി ആര് അബ്സോർബ് ചെയ്യും? പോളാർ ലിക്വിഡ് മോളിക്യൂൾസ്, അതായത് വാട്ടർ, ഷുഗർ, ഫാറ്റ്, ഫുഡ് മോളിക്യൂൾസ്, ഇങ്ങനെയുള്ള പോളാർ ലിക്വിഡ് മോളിക്യൂൾസ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. വാട്ടർ മൈക്രോവേവുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഓറിയൻറ്റേഷൻ, അതായത് അത് പോളാർ അല്ലേ, അതിൻ്റെ ഓറിയൻറ്റേഷൻ ബാക്ക് ആൻഡ് ഫോർത്ത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും, റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ബാക്ക് ആൻഡ് ഫോർത്ത് റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ചേഞ്ച് ചെയ്യുമ്പം ഇത് അവിടെ ഇരുന്ന് ജമ്പ് ചെയ്യാൻ തുടങ്ങും. മോളിക്യൂൾസ് അവിടെ ഇരുന്ന് ജസ്റ്റ് ജമ്പ് ചെയ്യുക, അതായത് ബമ്പ് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഇനി ഗ്ലാസ്, പേപ്പർ, സിറാമിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ മൈക്രോവേവ് കുക്കിങ്ങിൽ യൂസ് ചെയ്യും. ഗ്ലാസ്, പേപ്പർ, സിറാമിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ മൈക്രോവേവ് കുക്കിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം മൈക്രോവേവ്സ് അതിനകത്തോടേക്ക് ഈസി ആയിട്ട് കടന്നു പോകും. ഗ്ലാസ്, പേപ്പർ, സിറാമിക്, പ്ലാസ്റ്റിക്. മെറ്റൽ റിഫ്ലക്റ്റ് ചെയ്യും. മെറ്റൽ മൈക്രോവേവ്സിനെ എന്ത് ചെയ്യത്തേ ഉള്ളൂ? റിഫ്ലക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് മെറ്റൽ പാനോ അലുമിനിയം ഫോയിലോ ഇതൊക്കെ അവനെ ഡാമേജ് ചെയ്യും. മെറ്റൽ പാനും അലുമിനിയം ഫോയിലോ ഒന്നും അവനകത്ത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. കൊള്ളുന്ന ഏതൊക്കെയാണ്? ഗ്ലാസ്, പേപ്പർ, സിറാമിക്, പ്ലാസ്റ്റിക്, ഇതൊക്കെ മൈക്രോവേവിനെ കടത്തിവിടുന്നത് കൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാം. ബട്ട് മെറ്റൽ പാനും അലുമിനിയം ഫോയിലുമൊക്കെ മൈക്രോവേവ് അവനെ ഡാമേജ് ചെയ്യും. കാരണം ഇത് മൈക്രോവേവ് കടത്തിവിടത്തില്ല, ഇത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മൈക്രോവേവ് റേഡിയേഷന് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ട്. മൈക്രോവേവ് റേഡിയേഷന് ബോഡി ടിഷ്യൂസിനെ, അതായത് ഫുഡ് ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി ടിഷ്യൂവും ഹീറ്റ് ചെയ്യും. സോ മൈക്രോവേവ്സ് ഹൈ ലെവലിൽ എക്സ്പോഷർ വന്നാൽ അത് ബേൺ ഉണ്ടാക്കും. മൈക്രോവേവ്സിലോട്ട് നമ്മുടെ ഹാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ബേൺ ഉണ്ടാക്കും. ഹൈ ലെവൽ ഓഫ് മൈക്രോവേവ് കണ്ണിൽ ലെൻസിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കാറ്ററാക്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ ലെവൽ ഓഫ് മൈക്രോവേവ്സ് ലെൻസിലേക്ക് അടിച്ചാൽ കാറ്ററാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൈക്രോവേവ് അവൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോ ലെവൽ ഓഫ് മൈക്രോവേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് അവൻ ലോ ലെവൽ ഓഫ് മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത്. അതും നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന പാർട്ടിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് വർക്കിംഗ് ഓഫ് മൈക്രോവേവ് അവൻ എന്ന് പറയുന്നത്. താങ്ക് യു.